Hello guys, It's me Devika it's me Bhadra and you guys are watching us on our YouTube channel Devika Bhadra Vlogs. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോന്റെ ഒരു പാർട്ട് 2 ആയിട്ട് വന്നിട്ടുള്ളത് പാടം എക്സ്പ്ലോറിങ്ങിന്റെ പാർട്ട് 2. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ ഇത്തിരി ഷോർട്ടായിരുന്നു എന്ന് കുറച്ച് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഭയങ്കര കുറച്ച് കുഞ്ഞു വീഡിയോ ആക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിരുന്ന് കാണണമല്ലോ, ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതാണ് നമ്മുടെ ഒരു മെയിൻ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ചുരുക്കി ഒരു കുഞ്ഞു വീഡിയോ ആക്കിയത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഫാമിലി റിലേറ്റീവ്സോ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ലെങ്തി ആക്കാം വീഡിയോ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്നാലേ എല്ലാവരും കാണാനുണ്ടാവുള്ളൂ എന്ന് അവർ സജസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു ലെങ്തി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾ വീഡിയോ നേരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എന്നാലാണ് ഇതിലൊരു വെരി മച്ച് ഓഫ് കോമഡി ഇരിക്കുന്നുണ്ട്. എല്ലാതും കാണാം. ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ലൈക്ക് ഇവിടെയൊക്കെ പുല്ലാണ്. വേണമെങ്കിൽ കയറി കളിക്കുക ചെയ്യാം, പക്ഷേ ആരും കളിക്കാറില്ല. ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ നടന്നു പോകുന്ന ഒരു ഏരിയ ഇവിടെയാണ് നമ്മുടെ പാടം ഉണ്ടായിരുന്നത്. ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്ന പാടം. സോ നമുക്ക് ഇന്നലെ കാണിച്ച കുറച്ച് ഭാഗത്തിനേക്കാളും കുറച്ച് കാണിക്കാത്ത ഭാഗങ്ങളുണ്ട്. ആ ഭാഗമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഒരു വലിയൊരു സാധനമുണ്ട്, അതൊക്കെ ചാടി കടന്നിട്ട് വേണം അവിടേക്ക് എത്താൻ. പിന്നെ അവിടെ ഒരു ചെറിയ തോടുമായിട്ട് സാധനമുണ്ട്, ഇവിടെ കൂടെ വെള്ളം ഒഴുകുന്നത്. അതൊക്കെ ചാടിക്കടന്ന് അതിസാഹസികമായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും മാസ്ക് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ നേരിട്ട് നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകാൻ പോകുന്നുണ്ടോ? അതിസാഹസികമായി ചാടി കിടക്കാൻ പോവുകയാണ്. ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു കുഞ്ഞൊരു തോടുമത്തെ സാധനം കടന്നു പോകാൻ പോകണം. അവിടെ ചേച്ചി ഫോട്ടോ എടുക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആ ദൂരെ കാണുന്ന സംഭവമില്ലേ, അതാണ് ഞങ്ങളുടെ സ്വന്തം ഏറുമാടം. കണ്ട നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് ബാക്കില്. സോ നമുക്ക് നേരെ ഏറുമാടത്തിന്റെ അവിടേക്ക് പോകാം. വേണ്ടിട്ട് കണ്ട, ഇതാണ് നമ്മുടെ ഏറുമാടം സെറ്റ്. ഇങ്ങനെ പിടിച്ചാണ്ട് കയറ്റിയടി ഗായത്രി. രണ്ടാൾക്ക് തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ വ്യൂസ് ഞാൻ കാണിച്ചു തരാം. കണ്ട അടിപൊളി സൂപ്പർ. അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇവിടെ രണ്ടും ഉമ്മേർ കളിക്കുന്നുണ്ട്, ബാക്കിലൂടെ വേറെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഓരോരുത്തർ അറിയാനല്ല പറഞ്ഞേ, ഇതിന്റെ മേലേക്ക് വയ്ക്കാനാ പറഞ്ഞേ. നമ്മളിനി എന്തല്ല കൈ പേടിക്കണ്ട, അതൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. ഇതാണ് ചില കാണിച്ചേ കണ്ട, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ കണ്ട ഈ സാധനം. ഇതാണ് ചില. ഇതിങ്ങനെ ചിലാക്കണേ ഒന്ന് കാണിച്ചേ. ആ ഓക്കെ, അത് പൊടി പോലെ ഉണ്ടാവില്ല ഇതിന്റെ മേലെ. ആ അപ്പൊ ഇതാണ്. ആ ഇട്ട് നടക്കാൻ നല്ലതാണ്.
ആ എടുത്തോ ഇവിടെ ഇട്ടോ ഇവിടെ എന്തായാലും കാണാറില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇനി കിടക്കാൻ പോകുന്നത്. എല്ലാം കിടന്നിട്ട് കുഞ്ഞു സാധനമില്ലേ, ഇത് കിടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാം. അങ്ങനെ ഓലയും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഗായത്രി. ഓക്കെ കണ്ട ഒരു മിനിറ്റ്, ഈ നേരത്തെ വ്യൂ നോക്കിയാൽ എന്ത് രസം. നല്ല അടിപൊളി ആകാശം കാണുന്നുണ്ടോ? അടിപൊളി. വരും വിളിച്ചോ നമ്മളെ. നടന്നോ? ഹൈവ അടിപൊളി. ഇനി ഇപ്പുറത്ത് ഈ പാലം കടന്നതിൻ്റെ ഇപ്പുറത്തു നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല അടിപൊളി വെയില്. ബ്യൂട്ടിഫുൾ. നമ്മളിന്നിങ്ങനെ ഇങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോ സക്സസ്ഫുള്ളി ഇരിക്കുന്ന സ്ഥലം ഒരു തെങ്ങാണ്. തെങ്ങിങ്ങനെ വീണെടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് ഇതൊരു നല്ല സ്ഥലമാണ്. ഗായത്രി എന്തേലും പറയും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല? ആ നമ്മള് ഇന്നലെ ജസ്റ്റ് ഇങ്ങനെ ഗായത്രി ഉണ്ട് നമ്മുടെ കൂടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇതാണ് ഗായത്രി, ഞങ്ങളുടെ 1 lakh ഫാമിലി മെമ്പർ, നെയ്ബർ, സിസ്റ്റർ, എല്ലാവരും ക്ലാസ്മേറ്റ് ആണ്. ഇപ്പല്ല, ബട്ട് മോർ ഓവർ വി ആർ സിസ്റ്റേഴ്സ്. അതെ, ഓരോന്നൊക്കെ പറയുന്ന അവള് പഠിപ്പിക്കട്ടാ. വിക്ടേഴ്സ് ആട്ടോ, വിക്ടേഴ്സ്. എന്റെ പൊന്നെ. ഇതാണ് ഗായത്രി. ആ ഗായത്രി പറ, എവിടെ പഠിക്കണ അതൊക്കെ പറ. വീട്ടിലൊരു പുതിയ ഡോഗി വന്നിട്ടുണ്ട്, അതിനെ ഞങ്ങൾ കാണിച്ചതായി. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ. ഗായത്രിയുടെ കാര്യങ്ങൾ പറയട്ടെ. ആ ഗായത്രി ആ എവിടെ പഠിക്കണേ? എവിടെയാണ് സ്ഥലം പറ. ആൻഡ് ഫ്രണ്ട്സ്, ആസ് യൂഷ്വൽ നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാത്ത വല്ല കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ വീഡിയോയിൽ? പറയൂ. സാനിയെ കുറിച്ചും. പിന്നെ ആരായിരുന്നു? നന്ദന. അഭിരാമി. അതാര്? ഞങ്ങൾക്കറിയാത്ത. ഞങ്ങൾ രണ്ടാളും ഒരു സ്കൂളിലാണ് കേട്ടോ പഠിച്ചിരുന്നത്. ഞങ്ങൾ രണ്ടാളും മീൻസ് ഞാനും ഇവള് സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ ഞാനും ഗായത്രി ഞങ്ങൾ രണ്ടാളും സെയിം ഏജ് ആണ്. ഇവള് സെയിം ഏജ് ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സെയിം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആൻഡ് 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി ഗായത്രി സ്കൂൾ മാറി. എന്നെ ചതിച്ചതാന്നൊക്കെ, പഠിപ്പിയാണെന്നൊക്കെയാണ് സ്വയം പറഞ്ഞിരിക്കുന്നത്. കൊറേ കണ്ടിരുന്നില്ല, ഇന്ന് വന്നപ്പോ കണ്ടു. അന്ന് നമുക്ക് പാലം പോവാം. ഓ വളരെ തിന്നാണ്. കണ്ടോ? ഇതാണ് ഇവര് പറഞ്ഞ പാലട്ട. പാലം കണ്ട ആൾക്കാരെ ഞെട്ടരുത്. എന്തോ എങ്ങനെ ചാടിയിട്ടാര്? ആ തള്ളട്ടോ, പകുതി മുക്കാലും തള്ളി. പക്ഷെ സാധനം കാണാനില്ലല്ലോ. ആ ശരി കേട്ടോ, മതിലൊടിഞ്ഞാണ്. ഇവിടെ ഒരു സ്ലാബ് മതി. ആ ഇവിടെ പശുക്കളുണ്ട്, കണ്ടില്ലേ? ബാക്ക്ഗ്രൗണ്ട് കണ്ട പശുക്കളെ കാണാണെങ്കിൽ നിങ്ങൾക്ക്. ഞാൻ പുല്ല് കൊടുക്കാൻ പോവാം. ആർക്ക്? ആ കൊടുത്തോ, വലിയ പുല്ലെടുക്ക്.
പുല്ല് പറിക്കാൻ പശുവല്ല, അത് എരുമയാണ്. അപ്പൊ അതേ പശുവിനെ കാണിച്ചു തരാം. പശു എന്നെ കുത്താൻ വന്നിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട, ഞാൻ സറണ്ടർ ചെയ്യുന്നതാണ് പശുവിൻ്റെ അടിയും. പശുവിനെ പതിക്കണമെന്നാണ്. എന്താ ഉദ്ദേശിച്ച താങ്കൾ? ആ വീണ്ടും തൈര് സംഭരിച്ചവള് പോവാണ്. ഒന്ന് കൂടെ പോകും, രണ്ടാള് കുത്തി മേടിച്ചിട്ട് വാ. ചെയ്യാൻ പോയാ എന്നിട്ട് ലാസ്റ്റ് എന്തുണ്ടായ നിങ്ങള് പുല്ല് തിന്നാൻ വേണ്ടി ഓടി വരുന്നത് കണ്ട് ഗായത്രി ചേച്ചി ഓടി. സത്യം പറഞ്ഞ പശുവാണ് നിങ്ങളാണ് പേടിച്ചേ? പശു നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പശു, അപ്പുറത്തൊരു എരുമക്കുട്ടി. നടക്ക്, അത് കുട്ടിയടിയൊന്നും ചെയ്യില്ല. ഗായത്രി ധൈര്യമായിട്ട് കിടന്നേ, കണ്ട അത്ര ഉള്ള കാര്യം. ഓടിക്കിടന്നോ. ആ അത്ര ഉള്ളു. ഇതാണ് ആ പശുക്കുട്ടി. അവിടെ ഇവിടേക്ക് ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരെയൊക്കെ ഉണ്ട് എരുമേനെ കാണാനൊക്കെ. ഇതേത് കുട്ടി വഴി കിണ്ടിയിൽ കൂടെ സൈക്കിൾ ഓട്ടി വരാൻ, പാടത്ത് കൂടെ വണ്ടി ഓട്ടി വരുന്ന കുട്ടികളുണ്ടോ? നിങ്ങളാരും കണ്ടിട്ടില്ല? ഐ മീൻ സൈക്കിൾ, അതൊക്കെ ചവിട്ട് എന്തിനൊക്കെ അയ്യോ കൂട്ടണേ. ആണ് നമ്മുടെ ഗായത്രി പറയുന്ന അച്ചലകൾ കേട്ടോ. ഇനി കാണിച്ചാൽ ഇവിടെ തോട്ടം പോലെ അച്ചലകളുണ്ട്. ഇപ്പൊ ആവില്ല, മഴ പെയ്യുണ്ടാവില്ല. നമുക്ക് കൈ പോവില്ല. ആ വന്നു ഒന്നും വന്നില്ല. നമ്മള് ആ അറ്റത്തുനിന്ന് എന്നിട്ടാ വന്നത്. ഞങ്ങള് അങ്ങനെ ആ അറ്റത്തുനിന്ന് വന്നിട്ട് നമ്മളിവിടം വരെ എത്തിക്കാണ്. അവിടെ ഇവിടെയൊക്കെ വീട് കാണാം. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. നല്ലൊരു സൂര്യപ്രകാശത്തിൽ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ അവിടെ ഒരു വലിയ കൈതയുടെ സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കടന്നു വന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇത്ര സ്ഥലത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാണ് വന്നിട്ടുള്ളത്. സോ നടക്കാം. വാവ്, ഇവിടെയൊക്കെ വല്ല പാമ്പുണ്ടെങ്കിൽ പെടും ശരിക്കും. ഇവിടെ ഒരു വാവ് കണ്ടു ഗൈസ്, അതിനിടെ കൂടെ വെയിലും കൂടി വരും. കണ്ടോ, ഇറ്റ്സ് എ ന്യൂ പ്ലേസ് ഫോർ us. നമ്മൾ കണ്ടിട്ടുമില്ല. അടിപൊളി. വാ നമുക്ക് പോവാം. ആ നോക്കാം. എന്തായാലും തലമുടി ഒന്നും പെടാണ്ട് നോക്കിക്കോളട്ടെ, കാരണം നിറച്ച് സാധനങ്ങൾ ഞാൻ എടുക്കണ്ടേ. കണ്ടോ, ആ നോക്കി ഇതിനുള്ളിൽ നിന്നൊക്കെ ശബ്ദങ്ങളൊക്കെ കണ്ടോ, ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, ഓരോന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല എന്താണ്. കുറുക്കനൊക്കെ വന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നേരെ പോയി കൂടെ നോക്ക്. അതായിട്ട് ഇവിടെ ഉണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഈ വഴി പോകുന്നത്. ഇവിടെ ഒരു തോട്, മറ്റേ ഇതിൻ്റെ ഉള്ളിൽ നിറയെ തോടുകളാട്ടോ ഈ സ്ഥലത്ത് ഫുള്ള്. ആൻഡ് നമ്മളിങ്ങനെ അതിസാഹസികമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓമേ, റിവർ ആ ഫോണ്ടിന് പോണ്ട് പോലത്തെ സംഭവം. അടിപൊളി ചതുപ്പാണ് ഗൈസ്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അടിപൊളി ഉണ്ട് എന്തായാലും സംഭവം. കണ്ട
ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ ഗായത്രി? അങ്ങോട്ട് പോകാൻ പറ്റുമോ? വഴി ഉണ്ടെങ്കിൽ മാത്രം മതി. ആ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഈ വഴിയൊക്കെ കണ്ടുപിടിച്ചത് കണ്ടോ, നമ്മളൊക്കെ ഇതിന്റെ അറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഗായത്രി ഇത്ര നാളത്തെ നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും നല്ല കണ്ടി കുത്തണം കേട്ടോ. ഇത്ര നാള് ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ മോശമായി തോന്നുന്നു. അടിപൊളിയാണ്. എന്നും വരാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല അടിപൊളിയുണ്ട്. വരാം. ഇനി വരുമ്പോ എന്തായാലും നമ്മൾ ഈ സ്ഥലം റിമെമ്പർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത്. കണ്ട ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് വേലി കാണുന്നുണ്ട്. അപ്പൊ അത്രയും ദൂരത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പാടൊക്കെ കടന്ന് ഇവിടേക്ക് ഇനി തിരിച്ചാണ് നമ്മൾ നോക്കേണ്ട ഒരു കഥ. ഇതിൽ കൂടെ എങ്ങനെ വന്നത്? അതെ, അമ്മ പറഞ്ഞു നമ്മള് തോട്ടി കിടക്കണ്ടാവും. ഗൂഗിൾ അമ്മന്നല്ല ഞങ്ങൾ അമ്മല്ല പറയാറില്ല. കമോൺ, ഞാനും കഴിച്ചും വഴി ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം. നമ്മളപ്പോ നമ്മള് വന്ന വഴിക്ക് എങ്ങനെയെങ്കിലും എത്താനുള്ള പരിശ്രമത്തിലാണ് ഇനി പോവാൻ പോകുന്നത്. ആ അപ്പൊ ഇതാണ് നമ്മൾ വന്നത്. ഇതേ അവിടെ കുളം കാണാണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലൊരു കുളം ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നു. അതവിടെയാണ്. വീണ്ടും നമ്മളിങ്ങോട്ട് വന്നു. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് വന്ന് അങ്ങനെ ഇവിടം വരെ എത്തിയിട്ടോ. നമ്മളിവിടം വരെ നടന്നിങ്ങനെ അടിപൊളി. ദിസ് സ്ഥലം ഇസ് അമേസിങ്. നമ്മുടെ ഇപ്പുറത്തൊക്കെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഭാഗത്തല്ലേ ആ പറഞ്ഞു കൊടുക്ക്. മറ്റേ സാധനം ഇപ്പോഴത്തെ കൊറോണയുടെ അപ്പുറത്ത് ഈ വീടുകളൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്ത് മെയിൻ റോഡാണ്. മെയിൻ റോഡിന്റെ അപ്പുറത്താണ് സാധനം. മെയിൻ റോഡിന്റെ ആ റോഡ് സൈഡിൽ തന്നെയാണ് കോട്ടൺ മിൽ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. ഓപ്പോസിറ്റ് ഓഫ് ദിസ് റോഡ്. അപ്പോ അവിടെയാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലത്തെ കോവിഡ് സെന്റർ വന്നിട്ടുള്ളത്. കേരളത്തിൽ വേറെ കുറെ ഉണ്ട്, പക്ഷെ നല്ല വലുതായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയാണ് വന്നിട്ടുള്ളത്. വീണ്ടും തിരിച്ചു പോകുകയാണ്. ഞങ്ങൾക്കും അറിയാം, പശുക്കൾക്കും അറിയാം ഞങ്ങളെ കൂടെ സേഫ് അല്ല. കടക്ക് ഗായ്സോട് ചെളിയൊക്കെയുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് അതിനോ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇതിലെ കൂടെ പോകുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. വീട്ടിൽ പോകണ്ടേ ഞങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്കല്ല, നമ്മുടെ ഏറുമാടം ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ പോവാണ്. നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന സാധനത്തിന് കാണിച്ചരാട്ടെ ഗൈസ്. നിങ്ങളാരും കണ്ട് പേടിക്കരുത്. ഇതാണ് നമ്മുടെ ഗായത്രിയുടെ മനസ്സിലുള്ള നീലക്കുറിഞ്ഞികൾ. എന്താ പേരെന്തിട്ട് കാണിക്കുന്നത്? ഈ രണ്ട് പിള്ളേർ എനിക്ക് അപമാനമാണ്.
പിന്നെ പാടത്ത് വന്നിട്ട് പിന്നെ നോക്ക്, ഇതാണ് എന്റെ ഫേവറേറ്റ് ലൈക്ക് എന്താ പറയാ കുളവാഴ. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക്. എന്നിട്ട് എല്ലാ ദിവസവും കൊടുക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം, നീ പറഞ്ഞോ. ആ നേരത്തെ ചിരിപ്പിച്ചു. പറ, ഇവിടെ കൊടുക്കട്ടെ, വേഗം പറ. എന്തുണ്ട് അതിൻ്റെ ഇടയിൽ വയലൻസ് ഒക്കെ ഉണ്ടാവും, ആരും പേടിക്കണ്ട. അല്ല ഞങ്ങൾ പോട്ടെ ഇവിടെ നിന്നോ കണ്ട, അപ്പൊ അവൾക്ക് സ്പീഡാവും. ആ നമ്മള് മതിമനോഹരമായി കൈ പിടിക്ക്. ഓക്കേ ഗൈസ്, ഒടുങ്ങി വീടില്ലാതെ പ്രതീക്ഷിക്കുന്നു. നല്ലോണം ഇല്ല ഇല്ല ഇല്ല, ഒന്നും ഉണ്ടായില്ല. അവര് രണ്ടാളും ഏറുമാടത്തിൽ പോയിട്ട് സെറ്റ് ആവാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനും പിന്നെ ചില്ല് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഈ ഏറുമാടം. എൻ്റെ ഈ ഏറുമാടം നമ്മൾ മരത്തിന്റെ മേലെയുള്ള സ്ഥലത്തിനാണ് ഏറുമാടം എന്ന് പറയാന്നറിയാം. ബട്ട് ഇത് അത്ര അടിയിലല്ല, ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണ്ടി നമ്മൾ കയറി ഇരിക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഏറുമാടം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ ഉണ്ണിപ്പോയെന്ന് കുളിക്കാൻ പറ്റും. കളിവീട് എന്ത് വേണമെങ്കിലും കുളിക്കാം. ഞങ്ങളുടെ ഉണ്ണിപ്പുര കളിവീട് പിന്നെ എന്താ പറയാ, നമ്മൾ പറഞ്ഞതിന്റെ പേര് പറഞ്ഞല്ല, ഏർമാടം അല്ലാതെ ഇതാണ്. കമന്റ് ചെയ്യാ എന്താ ഇങ്ങനെ പറയാം. ഞങ്ങളിപ്പോ കറന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറുമാടം എന്നാണ്. ഏറുമാടാണോന്ന് അറിയില്ല, ഉണ്ണിപ്പുര എന്നൊക്കെ പറയാതിരിക്കില്ലേ ഇതിന്. അപ്പൊ നമ്മളിത് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോണ്ട, എന്നാ കടന്നു പോ നിങ്ങള്. അപ്പൊ ഇവരാണ് നമ്മുടെ അപ്പൊ ഇവിടെ നിന്നാണ് ഈ കുഞ്ഞി തോടിന്റെ ഉത്ഭവം. കണ്ടോ, നല്ല ഭയങ്കര ക്ലിയർ വാട്ടർ ആട്ടാ, ഭയങ്കര ക്ലിയർ വാട്ടറാണ്. കണ്ടോ ഗൈസ്, and as you can see this. അപ്പൊ ഇന്നും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഗായത്രി അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കമന്റും കൂടി ചെയ്യുക. കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളെ ഇത്രയും നല്ല അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇത്ര കണ്ടന്റ്സിലേക്കൊക്കെ എത്തിക്കുന്നത്. സോ എല്ലാവർക്കും ബൈ.